അപ്പോൾ ഇവിടെ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ഇവിടെ കറണ്ട് നടത്തുന്നു. എവിടെ വന്നിനെ? ബാംഗ്ലൂർ. മൈ ഗോഡ്. ഇവിടുന്ന് ഇപ്പോൾ പോകേണ്ടത് 4:50. 4:50 ക്യാമ്പിംഗ് ആക്കുന്നതിൻ്റെ ഇടന്ന് പറഞ്ഞാ നമ്മളെ റാണിപുരത്തിൻ്റെ ഈ ഒരു സ്പോട്ടിലാണ് നമ്മൾ ഇപ്പോൾ ക്യാമ്പിംഗ് ആക്കുന്നത് അല്ലേ? ഹായ് പറഞ്ഞു. കണ്ടോ, മനോഹരമായിട്ടുള്ള ഒരു സ്പോട്ടാണിത്. ഇതിൻ്റെ നേരെയാണ് നമ്മളെ ടിക്കറ്റ് കൗണ്ടറുള്ളത്. ഇത് റോഡ്, മെയിൻ റോഡ് കണ്ടില്ലേ? നമുക്ക് അത്യാവശ്യം വേണമെങ്കിൽ കാറിലും സ്റ്റേ ചെയ്യാം. ഒരു കാറിൽ സ്റ്റേ ചെയ്തിട്ട് ഒരു വാൻ ലൈഫായിട്ടുള്ള ആ ഒരു കണ്ടീഷനിൽ നമുക്ക് ക്യാമ്പിങ് ചെയ്യാൻ പറ്റും. ഞാൻ ഈ ഒരു ടെൻറ്റ് സെറ്റ് ചെയ്ത സ്പോട്ട് എനിക്ക് സജസ്റ്റ് ചെയ്തിരുന്നത് ഇവിടുത്തെ പിന്നെ ടിക്കറ്റ് കൗണ്ടറിലെ സുരേഷ് ഏട്ടനാണ്. എനിക്ക് അദ്ദേഹത്തോട് ഞാനൊരു താങ്ക്സ് പറയുകയാണ്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു സ്പോട്ട് തന്നെ ഇത്. അല്ലെങ്കിൽ ഇതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു, ആടെയായിരുന്നു ഞാൻ ഈ ഒരു ടെൻറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇടാകുമ്പോൾ കുറച്ച് വെള്ളം കാര്യങ്ങളും സൗകര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക്. അപ്പോൾ ഞാൻ ഈ സുരേഷ് ഏട്ടൻ്റെ ഫോട്ടോ കൂടി ഞാൻ ഇവിടെ നിന്ന് കൊടുക്കുന്നു, ഒന്ന് കണ്ടോ. ഈ ഫോട്ടോയിൽ കാണുന്ന ഇദ്ദേഹമാണ് സുരേഷ് ഏട്ടൻ. അപ്പോൾ ഇദ്ദേഹമാണ് എനിക്ക് ഈ ഒരു സ്പോട്ട് സജസ്റ്റ് ചെയ്തത്. ഓക്കെ, ഇനിയിപ്പോൾ ഏതായാലും ഇവിടെ കുറച്ച് സമയം നമ്മൾ സ്പെൻഡ് ചെയ്തതിന് ശേഷം ഒരു ചായയെല്ലാം വെച്ച് കുടിച്ചിട്ട് പിന്നീട് നമ്മൾ ഇവിടുന്ന് ബാക്കപ്പ് ആയിരുന്നതായിരിക്കും. നൈറ്റ് ഇവിടെ ഒരു കാരണത്താൽ നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റില്ലാത്തത്തോളം ഡേഞ്ചറസ് ആണ് ഇവിടെ. ഷാർപ്പ് 1 മണിയോട് കൂടി തന്നെ ഉച്ചക്ക് ഞങ്ങൾ ഈ ഒരു റാണിപുരം സ്പോട്ടിലേക്ക് എത്തി. ഉച്ചഭക്ഷണം കൂടി കഴിക്കാണ്ടാണ് ഈ ഒരു സ്പോട്ടിലേക്ക് എത്തിയിട്ടില്ല. അതിൻ്റെ കാരണം തന്നെ എന്തെങ്കിലും ഇവിടുത്തെ ഈ ഒരു ഹിൽസിൻ്റെ ടോപ്പ് ഏരിയ ഫുള്ളൊന്ന് കവർ ചെയ്തിട്ട് നിങ്ങൾക്കൊന്ന് വിശദമായി തന്നെ കാണിക്കണം എന്നുള്ള ആ ഒരു രീതിയിലാണ് ഇത്രത്തോളം കഷ്ടപ്പെട്ട് ഈ പെട്രോളും കാര്യങ്ങളൊക്കെ അടിച്ചിട്ട് ഈ ഒരു കാർ എടുത്തിട്ട് ഞാൻ ഈ ഒരു ഭാഗത്തോട്ട് തന്നെ വന്നത്. ഇവിടെ വന്നിട്ടാകുമ്പോൾ അൺഫോർച്ചുനേറ്റ്ലി എന്നുള്ള കാര്യം എനിക്ക് ഇവിടെ ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നില്ല. കാരണം എന്തില്ലെങ്കിൽ കഴിഞ്ഞൊരു പ്രാവശ്യം ഈ ഭാഗത്ത് വന്നിട്ടുമ്പോൾ 3 മണിയോട് ആയതിനെ കൊണ്ടാണ് ഞാനത് അൺഫോർച്ചുനേറ്റ്ലി പറഞ്ഞത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞെങ്കിൽ കറക്റ്റ് 1 മണീൻ്റെ ആ ഒരു സമയത്ത് തന്നെ ഞാൻ ഈ ഒരു സ്പോട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ ഒരു കാരണത്താലും ഈ ടോപ്പ് ഹിൽസിൻ്റെ ഏരിയയിലേക്ക് ഞങ്ങളെ കടത്തി വിട്ടില്ല. അപ്പോൾ ഞാനും പിന്നെ ടിക്കറ്റ് കൗണ്ടറിലെ മിസ്റ്റർ സുരേഷനായിട്ടുള്ള സംഭാഷണം കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ കാണുക. അതുപോലെ തന്നെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകളൊന്ന് രേഖപ്പെടുത്തുക. എങ്കിലേ നമുക്ക് മുമ്പോട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. മറ്റൊരു കാര്യം കൂടി, ഞാനും സുരേഷ് ഏട്ടനും തമ്മിൽ ചെറിയൊരു വ്യത്യാസത്തിലായിരുന്നു. അദ്ദേഹം പറഞ്ഞ് എന്നോട് ഈ ഒരു റാണിപുരത്തിൻ്റെ ഈ പേര് കൺവേർട്ട് ചെയ്ത് മുമ്പത്തെ മാടത്തുമലയാണല്ലോ, ഈ 1969 കാലഘട്ടങ്ങളിലെ മാടത്തുമല 1970 കാലഘട്ടം 71 കാലഘട്ടങ്ങളോട് കൂടിയിട്ടാണ് റാണിപുരം എന്നുള്ള പേരിലേക്ക് മാറിയിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് 1960 കാലഘട്ടങ്ങളിലാണ്. അപ്പോൾ അത് ഏതാണ് എന്നുള്ള ശരിയായിട്ടുള്ള അതിൻ്റെ ഒരു അറിയാവുന്നവരാണെങ്കിൽ ഒന്ന് കമൻറ്റിൽ ഒന്ന് ഞാൻ പറഞ്ഞതാണോ ശരി, അതല്ല അദ്ദേഹം സുരേഷ് പറഞ്ഞതാണോ ശരി എന്നുള്ള കാര്യം കൂടി ഒന്ന് കമൻറ്റായി അറിയിക്കുക. വെറുതെ ഒരു രസമല്ല, അതുകൊണ്ട് മാത്രമാണ് ഞാൻ പറഞ്ഞത്. വലിയൊരു ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ 70 കാലഘട്ടങ്ങളോട് കൂടിയിട്ടാണ് ഈ ഒരു പേര് മാറിയതെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞത് തന്നെ ശരിയായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയും എന്നുള്ളതിനെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുന്നു അറിയുന്ന ആളുണ്ടെങ്കിൽ.
നമുക്ക് ഈ ഒരു ഭാഗത്ത് നൈറ്റ് സ്റ്റേ എന്നുള്ളത് ഭയങ്കര ഡേഞ്ചറായിട്ടുള്ള സംഭവം തന്നെയാണ്. എന്തില്ലെങ്കിൽ വലിയൊരു കാടാണ്. അപ്പോൾ ഇവിടെ പുതിയ കാര്യങ്ങളൊന്നും ഇല്ലയെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അതിനെക്കൊണ്ട് ഒരു കാരണത്താൽ ഇപ്പോൾ നൈറ്റ് ഞാൻ സ്റ്റേ ചെയ്യുന്നില്ല. ഞാൻ കൂടാണ്ട് ഇപ്പോൾ ഈ നമുക്ക് പിന്നെ വാൻ ലൈഫായിട്ട് നടത്തുന്ന എൻ്റെ വണ്ടിയിൽ ഒരാൾക്ക് മാത്രമേ ഇപ്പോൾ കിടക്കാനും പറ്റുള്ളൂ. ഇപ്പോൾ എൻ്റെ കൂടെയുള്ള അഷ്റഫിനാണെങ്കിൽ കിടക്കാൻ അത് ഡിസ്കംഫർട്ടാവും. ഞാൻ ഒറ്റയ്ക്ക് വന്നെങ്കിൽ എനിക്ക് കിടക്കാൻ പറ്റും. അപ്പോൾ ഏതെങ്കിലും ചായയെല്ലാം കുടിച്ചിട്ട് കുറച്ച് കാഴ്ചയുടെ അടുത്ത് നമ്മൾ കണ്ടതിന് ശേഷം നേരെ തിരിച്ചിട്ട് പോകുന്നതായിരിക്കും. പിന്നെ ഇനി ഒരു പ്രാവശ്യം കൂടി ഈ ഒരു ഭാഗത്തോട്ട് ഞാൻ വരുന്നില്ല. എന്തായാലും ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ്. മൂന്നാമത്തെ പ്രാവശ്യമൊന്നും വരാൻ വേണ്ടി ഞാൻ നിൽക്കുന്നില്ല. പിന്നെ പനത്തടി ജംഗ്ഷനിൽ നിന്ന് 9 കിലോമീറ്ററുള്ള ആ ഒരു കയറ്റമുണ്ടല്ലോ, ഒരു 1-1.5 കയറ്റമാണ്. അത്രത്തോളം വലിയൊരു കയറ്റം. ഫസ്റ്റ് ഗിയറിലും സെക്കൻഡ് ഗിയറിലും നമ്മൾ പോകേണ്ടതായിട്ടുള്ള കയറ്റമാണ്. ആ ഒരു കയറ്റം കയറിയിട്ട് അവിടെ നിന്ന് തിരിച്ചിട്ട് വരുന്ന ഒരുപാട് വാഹനങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. കുറേ ആ ഭാഗത്തുള്ള തന്നെ വാഹനങ്ങൾ, താറ് പോലുള്ള ജീപ്പ് കാര്യങ്ങളൊക്കെ 2-3 വാഹനം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. വളരെ മറ്റുള്ളവർക്കും കൂടി ബുദ്ധിമുട്ടാവുന്ന രീതിയിലും വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള രീതിയിലാണ് അവരുടെ ആ ഒരു തിരിച്ച് വരുന്നതായിട്ടുള്ള ആ ഒരു കാഴ്ചകൾ ഞാൻ കണ്ടത്. വളരെ എന്നില്ലെങ്കിൽ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള അത്രത്തോളം സ്പീഡും കാര്യങ്ങളൊക്കെ ആയിട്ട്, അത് ഈ ഒരു മഴയുടെ സമയത്തായതുകൊണ്ട് വളരെ ഡേഞ്ചറസ് ആണ്. ശരിക്കും പറഞ്ഞെങ്കിൽ ആ ഒരു ഭാഗത്തോട്ട് നിർബന്ധമായിട്ടും ഒരു ക്യാമറ അവിടെ ഫിക്സ് ചെയ്യേണ്ടതാണെന്നാണ് എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള ഒരു അഭിപ്രായം. എന്താ പറഞ്ഞാൽ മറ്റുള്ളവരുടെ ജീവനും കൂടി വളരെ വിലപ്പെട്ടതാണല്ലോ. അവർക്ക് അവരുടെ ജീവനിൽ ആവശ്യമില്ലെങ്കിലും മറ്റുള്ളവരുടെ ജീവന് വളരെ വിലപ്പെട്ടതാണ് എന്നുള്ള കാര്യം കൊണ്ട് ഇതുപോലുള്ള ഈ ഒരു ക്രാഷ് ഡ്രൈവ് ചെയ്യുന്ന ആൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് നല്ലതാണ്. കൂടാണ്ട് എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള ഒരു അഭിപ്രായം കൂടിയാണ്. നമുക്ക് സ്വന്തമായിട്ടുള്ള അഭിപ്രായം ആർക്കാണെങ്കിലും നമുക്ക് പറയാമല്ലോ. എനിക്കാണെങ്കിലും നിങ്ങൾക്കാണെങ്കിലും ആർക്ക് വേണമെങ്കിലും നമുക്ക് പറയാം. അതായത് പനത്തടിയിൽ നിന്ന് ഏകദേശം 9 കിലോമീറ്ററുള്ള ആ ഒരു യാത്ര ഉണ്ടല്ലോ, ഭയങ്കരമായിട്ടുള്ള ഒരു യാത്ര തന്നെയാണ്. അത്രത്തോളം ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ആ ഒരു സ്പോട്ടാണ് ആ കയറുന്നത് എന്നുള്ള കാര്യം അവിടുത്തെ പിന്നെ അധികാരിയായിട്ടുള്ള മിസ്റ്റർ സുരേഷ് തന്നെ പറയുന്നുണ്ട് എൻ്റെ ഈ ഒരു വീഡിയോയിൽ തന്നെ. അപ്പോൾ എന്നാൽ പോലും എനിക്ക് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയുന്നത്, അപ്പോൾ ആ ഒരു പനത്തടി ജംഗ്ഷനിൽ നിന്നും ചെറുതായിട്ടുള്ള ഇവർക്കൊരു ബോർഡ് ഇട്ടാൽ എന്താണ്, ഈ ഒരു ഭാഗത്ത് ഇപ്പോൾ ഇത് ക്ലസ്റ്റാണ്, ഇപ്പോൾ തുറന്നിട്ട് അകത്തോട്ട് വിടുന്നില്ല എന്ന് പറഞ്ഞെങ്കിൽ അല്ലെങ്കിൽ അത്രത്തോളം ആ ഒരു 9 കിലോമീറ്ററുള്ള ഡേഞ്ചറസ് ഉള്ള യാത്ര നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. ഏതായാലും അപ്പോൾ എത്രയോ ദൂരത്തുനിന്ന് വരുന്ന ആൾക്കാരല്ലേ, അവർ വന്നിട്ട് ചിലപ്പോൾ തിരിച്ച് പോകാനുള്ള മനസ്സുണ്ടെങ്കിൽ അവർ തിരിച്ചു പോകുമല്ലോ. ഒരുപാട് പ്രതീക്ഷയോടെ അത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള വഴിയിൽ പോയിട്ട് അല്ല, ഞാനൊരു അഭിപ്രായം പറഞ്ഞെന്നുള്ളൂ. ബാക്കി കാര്യങ്ങൾ നമ്മളെ വീഡിയോ കാണുന്ന ഓഡിയൻസ് അതിനെക്കുറിച്ചുള്ള ഒരു അഭിപ്രായം പറയും. അതായത് ദിവസവും 7:50 കൂടിയിട്ട് കാഞ്ഞങ്ങാട് ഭാഗത്തുനിന്ന് ഈ ഒരു റാണിപുരം സ്പോട്ടിലേക്ക് KSRTC സർവീസ് നടത്താറുണ്ട്. ഇങ്ങനെ 2-3 സർവീസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ 4:50 കൂടി തിരിച്ച് കാഞ്ഞങ്ങാട് ഭാഗത്തോട്ടും KSRTC സർവീസ് നടത്താറുണ്ട്. ഇതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, അതൊക്കെ ഒന്ന് കണ്ടുപോവാ. പിന്നെ 63 രൂപയാണ് പിന്നെ ബസ് ഫെയർ. സത്യത്തിൽ ഇതുപോലെ ടെൻറ്റ് സെറ്റ് ചെയ്ത് നമ്മൾ ക്യാമ്പിങ് ചെയ്ത് നമ്മൾ ടെൻറ്റിൻ്റെ അകത്ത് കുക്ക് ചെയ്ത് ഭക്ഷണം കഴിച്ച് ചായ കുടിച്ച് അങ്ങനെ ഒരുപാട് പ്രകൃതിയിലെ കാഴ്ചകളൊക്കെ ആസ്വദിച്ചു കൊണ്ടുള്ള ഒരു ക്യാമ്പിങ് ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരാണുള്ളത്? ചെറിയ കുട്ടികൾ പോലും തൊട്ട് മുതിർന്നവർക്ക് പോലും ഭയങ്കര ഇഷ്ടമുള്ള ഒരു പരിപാടിയാണ് ഈ ഒരു ക്യാമ്പിങ്. പിന്നെ ചിലവർക്ക് ഇതൊന്നും അറിയാത്തവരായിട്ടുണ്ട്. അവർക്ക് ശരിക്കും പറഞ്ഞാൽ ആനയെ തന്നെ കണ്ടാൽ പോലും അവർക്കറിയില്ല. ആനയെ കണ്ടെങ്കിൽ പാറ എന്നാണ് അവരുടെ വിചാരം. അങ്ങനത്തെ ആളുകളും നമുക്കിടയിലുണ്ട്. അപ്പോൾ നമ്മുടെ കൂടെയുള്ള ഈ ഒരു അഷ്റഫ് എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ഒരുപാട് നമ്മുടെ ക്യാമ്പിങ് ആസ്വദിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഒരുപാട് ഇടയ്ക്കിടയ്ക്ക് ഫോട്ടോസ് എടുക്കുന്നുണ്ട്, വീഡിയോസ് ഷൂട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഓൺ ദ സ്പോട്ടിൽ തന്നെ വീഡിയോസും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. എനിക്കാണെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ക്ലൈമറ്റ് എന്ന് നമ്മുടെ മൺസൂൺ ക്ലൈമറ്റാണ്. അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു മൺസൂൺ ക്ലൈമറ്റ് എത്രത്തോളം നമുക്ക് ആസ്വദിക്കാൻ പറ്റും അത്രത്തോളം നമ്മൾ ആസ്വദിക്കാൻ വേണ്ടി ശ്രമിക്കുക. കൂടാണ്ട് ഡേഞ്ചറസ് ആയിട്ടുള്ള സ്പോട്ടോ കാര്യങ്ങളോ ഒന്നും നമ്മൾ തേടി പോകരുത് എന്നും കൂടി എനിക്ക് ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പറയാനുള്ളത്. 1048
മീറ്റർ ഉയരത്തിലാണ് നമ്മുടെ ഈ ഒരു റാണിപുരത്തിൻ്റെ കൊടുമുടി തന്നെ സ്ഥിതി ചെയ്യുന്നത്. വളരെ മനോഹരമായിട്ടുള്ള വ്യൂ ആണ് നമുക്കിവിടെ നിന്ന് കാണാൻ കഴിയും. അപ്പോൾ ഗൈസ്, ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല, രാവിലെ 7:50 കൂടിയിട്ട് കാഞ്ഞങ്ങാട് ഭാഗത്തുനിന്ന് ഈ പിന്നെ റാണിപുരം ഭാഗത്തോട്ട് ബസ്സുണ്ട്. 63 പിന്നെ ഫെയർ. അപ്പോൾ ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ ഒരു ബസ് വന്നിട്ടുണ്ട്, രാജപുരം ഒടയഞ്ചാൽ വഴിയായിട്ട് പോകുന്നത്, അതായത് ചുള്ളിക്കര ഭാഗമായിട്ട്. അപ്പോൾ ഇതിപ്പോൾ 4:50 കൂടിയിട്ടാണ് തോന്നുന്നത്. അപ്പോൾ ഡ്രൈവറോടൊന്ന് ചോദിക്കാം, എത്ര മണിക്കൂടൽ ഇവിടെ നിന്ന് ഇപ്പോൾ പോകേണ്ടത് 4:50. 4:50 അല്ലേ? എങ്ങനെ ആളുണ്ടാവോ? ആള് ഇപ്പൊ മഴയായതുകൊണ്ട് ഇവിടെ ബ്ലോക്ക് അല്ലേ. കണ്ടക്ടർ ഒന്ന് ഇങ്ങ് വന്നെ കാണിട്ട് അല്ല. എന്തായിട്ടൊരു പേരെന്ത്? അതല്ല, അവര് കണ്ടിട്ട് ഉപകാരപ്പെട്ട ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഈ ഫസ്റ്റ് കയറിയിട്ട് കത്തിച്ചിട്ട് വരുന്ന കാലത്ത് വണ്ടി 2 ഉണ്ടാവാറുണ്ട്. അതെ അതെ. ആള് കൂടുതൽ സമയങ്ങളിൽ വെക്കേഷനിലൊക്കെ ഫുൾ ആളായിരിക്കും. അപ്പോൾ ഇപ്പോൾ ഈ വരുന്ന സമയത്ത് എത്ര പേരുണ്ടായിന്? ഇങ്ങോട്ട് നിറയെ ആളുണ്ടാവും. താഴെ വരെ ഫുൾ ആളായിരിക്കും സ്കൂളിന്റെ ടൈമിലൊക്കെ. ഇപ്പൊ ഇവിടെ ബ്ലോക്ക് ആയതുകൊണ്ട് ആള് കുറയും. ശരി കേട്ടോ, ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞത് മനസ്സിലായില്ല. അപ്പോൾ അങ്ങനെയാണ് സംഭവം. ഇപ്പോൾ വണ്ടി എടുത്തിട്ട് നേരെ പോകും, വടയഞ്ചാല് വഴിയായിട്ട് കാഞ്ഞങ്ങാട്ടേക്ക് പോകും. ഇനിയിപ്പോൾ ഞങ്ങൾ ആദ്യം ഈ 1 മണിക്ക് എത്തിയ ആ ഒരു കാഴ്ചയും കൂടി നിങ്ങളൊന്ന് കണ്ടു വെക്ക്. എന്നിട്ട് ഞങ്ങൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇല്ല, ആ ഒരു ഭാഗത്തൊക്കെ ക്യാമ്പാക്കി അടിപൊളി മാറ്റുണ്ട്. ഹായ്, ഏടുന്ന് വന്നേ? ഏടുന്ന് വന്നേ? അടുത്ത് തന്നെയാ? ടിക്കറ്റ് വീഡിയോ ചാനലാണ്. യെസ്, അവരും കാണിക്കൂ. ഇവിടെ വളരെ വളരെ മനോഹരമായ കുറെ കാഴ്ചകളുടെ കാണാൻ വേണ്ടി. അതെ അതെ അതെ, 1969 മടത്തൂല. അപ്പോൾ അങ്ങനെയാണ് കഥ. അപ്പോൾ കുറച്ച് ഫ്രണ്ട്സുമാരെല്ലാം നമുക്കിവിടെ കാണാൻ പറ്റി. ബിക്കോസ് നമുക്ക് ഈ ഒരു ടിക്കറ്റിൻ്റെ കാര്യത്തിലാണ് ആകെ ബുദ്ധിമുട്ടായിപ്പോയി. ഇത്ര കഷ്ടപ്പെട്ടിട്ട് കയറിയിട്ടല്ലേ? തീർച്ചയായിട്ടും ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ഞങ്ങൾ പെട്രോൾ കത്തിച്ചിട്ടാണ് ഞങ്ങൾ വലിയ കാർ എടുത്തിട്ട് വന്നത്. ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. ഞാൻ കഴിഞ്ഞൊരു പ്രാവശ്യം ഞാൻ അവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നു, കണ്ടോ? ഇവിടെ ഞാൻ വന്നിട്ട് ഇപ്പോൾ നമ്മൾ ഇത്ര കഷ്ടപ്പെട്ടിട്ട് വന്നല്ലേ, അപ്പോൾ വന്നിട്ടാകുമ്പോൾ ഇയാളോട് ചോദിച്ചു ഞാൻ സംഭവം. അപ്പോൾ പറഞ്ഞ് റെഡ് അലർട്ടാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ഇവിടെ കാരണം നടത്തുന്നു. എവിടെ വന്നേ? ബാംഗ്ലൂർ നിന്ന് മംഗളാപുരം. ഇവിടത്തേക്കാ വന്നതാ? കണ്ട, അത്ര കഷ്ടപ്പെട്ടിട്ട് വന്നിട്ട്. പക്ഷെ ഇങ്ങനെ ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലത്തെ ഒരു ഇതാണ് പറ്റിയത്. കഴിഞ്ഞ പ്രാവശ്യം 3 മണിക്ക് കറക്റ്റാകുമ്പോൾ പ്ലസ് ടൈം. യെസ്, പറയൂ. 2.5 കിലോമീറ്ററാണ് ഇത് പോകേണ്ടത് കാട്ടിലൂടെ. അതെ, മനസ്സിലായി. 2.5 കിലോമീറ്റർ ആൾക്കാരുടെ സേഫ്റ്റി നോക്കണ്ടേ? എന്ത് അവിടെ മെയിൻ പ്രശ്നം? എന്ത് മെയിൻ പ്രശ്നം? മരങ്ങൾ ഒഴിഞ്ഞു വീഴും. കോടയിൽ ഒന്നും കാണാതാവും. കാരണം ഇപ്പോഴാണ് ഇത് തെളിഞ്ഞത്. ഇതുവരെ ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവിടെ കാണുന്നുണ്ടായില്ല. അപ്പം നമ്മൾ എന്താ ഇത് നോക്കേണ്ടത്? മനുഷ്യന്റെ ഇതാണ്. അതിന് ഇപ്പോൾ വരുന്ന ഒരു 9 കിലോമീറ്റർ ഫുള്ള് റോഡിൽ ഇടിഞ്ഞു വീണിട്ടുണ്ട്. അപകടം സംഭവിക്കുമ്പോൾ എല്ലാവരും ആരെ കുറ്റപ്പെടുത്തും? എന്തിന് തുറന്നു എന്താണെന്നൊക്കെ കുറ്റപ്പെടുത്തും. ഒരു മഴയും കാലാവസ്ഥയൊക്കെ ആകുമ്പോൾ ആൾക്കാരും കുറച്ച് ചിന്തിക്കേണ്ടത്. അതെ. പിന്നെ പിന്നൊന്നുണ്ട്, ഏറ്റവും ഇപ്പോഴത്തെ എങ്ങനെ അറിയാം ജനറേഷൻ എങ്ങനെ ഈ മൺസൂൺ കാലം എത്രത്തോളം ആസ്വദിക്കാൻ പറ്റുന്നു അത്രത്തോളം ആസ്വദിക്കും. ഇത് കാടാണ്. കാടിന്റെ ഉള്ളിൽ ഏറ്റവും സേഫ്റ്റി ആയിട്ട് നിൽക്കുന്നത് പുൽമേടുകളാണ്. ഇപ്പോൾ മൃഗങ്ങൾക്ക് കാട്ടിന്റെ ഉള്ളിൽ നിൽക്കൂല. വൈൽഡ് അനിമൽസ് എന്തൊക്കെ ഉണ്ട്? ആന കാര്യങ്ങളൊക്കെ ഉള്ളത് പുൽമേടിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ പുൽമേടിൽ നിൽക്കുമ്പോൾ ആ പുൽമേടിലൊക്കെ നമ്മൾ ഏത് വയസ്സിലാണ് ആൾക്കാരെ കയറ്റിവിടാൻ പറ്റൂല. കാരണം ആന അടുത്തുണ്ടെങ്കിൽ അറിയില്ല, കാരണം അറ്റാക്ക് ചെയ്യും. ആനല്ലേ? കാരണം പുൽമേടിൽ ഈ മഴയത്ത് ആന ഫുള്ള് പുൽമേടിലായിരിക്കും. പിന്നെ നമ്മുടെ വഴിയെല്ലാം ഏകദേശം ഒരു മരങ്ങൾ ഒടിഞ്ഞു വീണിട്ടുണ്ട്. അതെ. അപ്പോൾ ഞാൻ അപ്പോൾ ഈനുണ്ടല്ലോ, ഇപ്പോൾ ഈ പിന്നെ ഇവിടുത്തെ ഈ വരുന്ന വിസിറ്റേഴ്സിന് ഇവർക്ക് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് എങ്ങനെ കൊടുക്കാൻ പറ്റും? നമ്മൾ എടുത്ത ഫോൺ നമ്പർ കൊടുക്കുന്നുണ്ടാ? ശരി. ഏതും ഗൂഗിളിലുണ്ടാ?
ഗൂഗിളില്ല, ഇത് ഞാൻ ഗൂഗിളിൽ ഞാൻ നോക്കി, എനിക്ക് കിട്ടിയില്ല. അല്ല, ഗൂഗിളിൽ അതായത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനാണ്. അങ്ങനെ ഒരു ടൂറിസത്തിൻ്റെ വെബ്സൈറ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റില്ല. കാരണം പിന്നെ നമ്മൾ ജില്ലയിൽ മൊത്തത്തിൽ ഇടുന്നുണ്ട്. നമുക്ക് ഹോം സ്റ്റേ അല്ല. എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം ഒന്ന് മൃഗങ്ങൾ, പിന്നെ വെള്ളച്ചാട്ടങ്ങൾ, പിന്നെ പ്രകൃതികളായിട്ടുള്ള മനോഹരമായിട്ടുള്ള കാഴ്ചകൾ. എന്ത് പേരെന്ന് പറഞ്ഞു? എൻ്റെ സുരേഷ്. സുരേഷ് ചേട്ടൻ. സുരേഷ് ചേട്ടന് ഇവിടെ തന്നെയാണ്. കഴിഞ്ഞ ഞായറാഴ്ച 2000 പേര് വന്നു. ഈ ഞായറാഴ്ച അതിൽ കൂടട്ടെ. പക്ഷെ നമുക്കിത് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പം ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ എന്തായാലും ഇപ്പോൾ ഈ 3 മണിയാകുമ്പോൾ ഇവിടെ ക്ലസ്റ്റർ ആകുന്നതിൻ്റെ ആനറങ്ങുന്നല്ല പറയുന്നത്. അപ്പം ഒരു ടീമിന് ടിക്കറ്റ് എടുത്താൽ പോയിട്ട് വരണമെങ്കിൽ ഒരു 3 മണിക്കൂർ സമയം വേണം. അതെ, 3 മണിക്കൂർ. നമ്മൾ 50 രൂപ എടുക്കുമ്പോൾ അവർക്കൊന്ന് പോയിട്ട് ആശ്രയിച്ച് വരാനുള്ള സമയം വേണ്ടേ. ഇപ്പം ഈ 3 മണിക്ക് പോയാൽ ഏകദേശം 5:30 ഒക്കെ ആകുമ്പോൾ തിരിച്ചെത്താൻ പറ്റുള്ളൂ. 5:30 തന്നെ എത്താൻ പറ്റൂല. അപ്പോൾ 3 മണി കഴിഞ്ഞ് ടിക്കറ്റ് കൊടുത്താൽ അവനിത് പാതി നിറങ്ങേണ്ടി വരും. പാതി നിറങ്ങാനോ പറയില്ലേ. അതുകൊണ്ടാണ് ഈ സമയമാക്കിയത്. കാരണം ശരിക്കും 3 മണിക്കൂർ വേണം പോയിട്ട് വരാൻ. 3 മണിക്കൂർ വേണം. പിന്നെ മുകളിൽ അട്ടൻ്റെ ശല്യമുണ്ടോ? ഉണ്ട്. ഇല്ല, അട്ടശല്യം കുറച്ച് ഫോറസ്റ്റിൻ്റെ ഉണ്ട്. നമ്മൾ പിന്നെ മേലെ 4 മണിയാകുമ്പോൾ ഇറക്കും. അപ്പോൾ നിങ്ങൾ ഇവിടുത്തെ സെക്യൂരിറ്റി അവിടെ ഓൾറെഡി ഉണ്ടോ? രാവിലെ പോകും. അല്ല, മുകളിൽ ഇവർക്ക് സെക്യൂർ ആയിട്ട് പോകുന്നുണ്ടോ? ഒരു ടീമിൻ്റെ കൂടെ അല്ല, രാവിലെ പോകും. രാവിലെ പോയി അവിടെ സ്റ്റേ ചെയ്യും. അതെ, നമുക്ക് അവിടെ എടുത്ത ആൾക്കാർ നല്ലത് വഴി ക്ലിയർ ആക്കിയിട്ട് ആൾക്കാർ അവർ മേലെ എത്തിയിട്ട് വിളിച്ച് ഇത് കൊടുത്തിട്ട് ആന എന്തെങ്കിലും വഴി ബ്ലോക്ക് ഉണ്ടെങ്കിൽ അന്ന് സ്റ്റോപ്പാക്കും. അല്ലെങ്കിൽ കുറച്ച് സമയം 1-2 മണിക്കൂറോ സ്റ്റോപ്പാക്കും. അപ്പോൾ നമുക്ക് ഈയിടെയായിട്ട് പിന്നെ ഒരു ലെപ്പേഡിനെ കണ്ടതായിട്ടുള്ള റിപ്പോർട്ട് ചെയ്തു, അതും കൂടി ഇയാളോടൊന്ന് ചോദിക്കാം. എന്ത് പറഞ്ഞു അതിനെ കുറിച്ചിട്ട്? ഉണ്ടായിരുന്നു അങ്ങനെ എന്തെങ്കിലും ഉണ്ടാ? ലെപ്പേഡിന് ഇത് കാടാണ്, അതിൻ്റെ ഉള്ളിൽ കണ്ട കാര്യം പറയേണ്ട കാര്യമില്ല. അതെ അതെ. അല്ല, ഞാൻ ചോദിക്കുന്നതിൻ്റെ കാരണം എന്താ പറയുക, അത് നമുക്ക് പിന്നെ സഞ്ചാരികൾ വരുന്നുണ്ടല്ലോ, അവർക്ക് അത്രത്തോളം സേഫ് ആണല്ലോ ഇതാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കാനുള്ള കാരണം ഇപ്പം നിങ്ങളുടെ സെക്യൂരിറ്റി അതല്ലേ നമ്മൾ. അല്ല, നിങ്ങളിപ്പോൾ അല്ലേ ഈ 3 എത്ര പറഞ്ഞെങ്കിൽ എത്ര മണിക്കൂർ? 3 കിലോമീറ്റർ 3 മണിക്കൂർ 2.5 കിലോമീറ്റർ മീത്തൊക്കെ കയറാൻ പോകണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് അവിടെ എന്ത് ഉണ്ടാവാലോ. അതുണ്ടാവാം. പക്ഷേ നമ്മൾ 1-2 സ്ഥാനത്ത് ആൾക്കാരുണ്ടാവും, അവർക്ക് ഏകദേശം കാടിനെ കുറിച്ച് അറിയാം. അങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ നേരത്തെ ഇറക്കും. ഉണ്ടാവും. എന്തെങ്കിലും അങ്ങനെ പ്രശ്നം വന്നാൽ നമ്മൾ ചിലപ്പോൾ 12 മണിക്ക് പാസ്സാക്കും. അതെ. അപ്പോൾ സംഭവം മനസ്സിലായി. ഈ ഒരു ചോദ്യം ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കൂടുതലും വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഡീറ്റെയിൽ ഇത്. അപ്പോൾ ഇവിടുന്ന് ആൾക്കാർ പോകുന്നുണ്ട് അടുത്തേക്ക് അല്ലേ. അപ്പോൾ പേടിക്കാനൊന്നുമില്ല, വരുന്നെങ്കിൽ മോശമില്ല. പക്ഷേ നമ്മൾ ഇന്നത്തെ ഈ ഒരു വെറുതെ ഏതായാലും ഞാൻ ഇതോ ആ ഒരു ഭാഗത്തില്ലതാ അങ്ങോട്ട് ഒരു ചെറിയൊരു ക്യാമ്പിങ് ആക്കിയിട്ട് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പോകും. അത് ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണ്.